പണവും പ്രതാപവും നമുക്ക് രാവിലെ തന്നെ ഈ ഒരു പാട്ട് പാടാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് ബൈ ദ ബൈ, ദിസ് ഈസ് ഡേ 2 ഓഫ് ഇച്ചിരി ബെറ്റർ ദാൻ യെസ്റ്റർഡേ. അത് വേറൊന്നുമല്ല, എൻ്റെ ഒരു 100 ദിവസത്തെ ജേർണി ഓഫ് ഷോയിങ് അപ്പ്, ലേണിംഗ് ആൻഡ് ബിക്കമിങ് എ ലിറ്റിൽ ബെറ്റർ ഈച്ച് ഡേ. പിന്നെ പുട്ടിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുണ്ട്. ആ 2 ആഴ്ച നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടായിരുന്നു. ബട്ട് വൈ ഓൾവേസ് പുട്ടെന്നല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുക്ക് ചെയ്യാനൊരു മൂഡും ഇല്ല, അതിനെപ്പറ്റി ഓർക്കുന്നുമില്ല, സമയവും ഇല്ല. അപ്പോൾ രാവിലെ എണീറ്റ് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഐറ്റം ആണല്ലോ ഈ പുട്ടെന്ന് പറയുന്നത്. പിന്നെ സ്ഥിരമായിട്ടുള്ള ഓട്സ്, അതിനെക്കുറിച്ച് വരെ ഞാൻ മറന്നുപോയി എന്നുള്ളതാണ്. സോ എൻ്റെ ഡേ 2 ഗോൾ തന്നെ പുട്ടിൽ നിന്നൊരു വിമോചനം. പലർക്കും ഇത് സില്ലി ആയിരിക്കും. എനിവേ, തലേദിവസം ചെയ്യാനുള്ള പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം തന്നെ ഈ ഒരു അരി കുതിർക്കുക എന്നുള്ളൊരു ടാസ്ക് ഞാൻ എഴുതിയിരുന്നു. ആൻഡ് ഐ ഹാവ് സക്സസ്ഫുള്ളി ഡിഡ് ഇറ്റ്. ചില റീലുകളിലൊക്കെ കണ്ടിട്ടില്ലേ, അമ്മമാർ പാതിരാത്രി പെട്ടെന്ന് ചാടി എണീറ്റിട്ട് കടല വെള്ളത്തിടുക, അങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിന് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, സിഗ്നിഫിക്കൻ്റ് ആണെന്ന് ഇപ്പോഴേക്കാണ് എനിക്കത് മനസ്സിലാവുന്നത്. ഈ തിരക്ക് പിടിച്ച ഓട്ടപ്പാച്ചിലിനിടയിൽ ഈ ഒരു സ്മോൾ ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അങ്ങ് മറന്നുപോകും. അതുകൊണ്ട് തന്നെ ഞാൻ മറന്നു പോകാൻ സാധ്യതയുള്ള ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി വെക്കും. അതുപോലെ പല ആൾക്കാരും ഇങ്ങനത്തെ ചാലഞ്ചസൊക്കെ തുടങ്ങി. അതായത് ഡേ 1 മുതൽ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചെറിയ സ്ലിപ്പ് വരുമ്പോൾ തന്നെ അയ്യോ ചലഞ്ച് ഫുള്ളും ഫ്ലോപ്പായി, ഞാൻ ഫെയിലിയറായി, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഗിൽറ്റി ഫീലിംഗ് ആയി, ഗിവ് അപ്പ് ചെയ്തു. പിന്നെ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും ഒരു ചെറിയ സ്ലിപ്പ് വരുമ്പോൾ വീണ്ടും ഗിവ് അപ്പ് ചെയ്യുക, എഗെയിൻ സെയിം. അതൊരു സൈക്കിളാണ്. ആ ഒരു സൈക്കിളിൽ പെട്ട ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യം ഞാൻ മനസ്സിലാക്കും. അതായത് നമ്മളിങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിട്ട് പോകുന്നതിനെ കാട്ടി മേക്ക് എ ലിറ്റിൽ ബിറ്റ് പ്രോഗ്രസ് ദാൻ പ്രീവിയസ് ഡേ ആൻഡ് മേ ബി സം ഡേ യു വിൽ ജസ്റ്റ് ഡു ഇറ്റ് പെർഫെക്റ്റ്ലി. ആൻഡ് ഇന്ന് ഞാൻ കുറച്ച് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് നേരത്തെ എണീറ്റു, സമയത്തൊക്കെ ഭക്ഷണം കഴിച്ചു, പിന്നെ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാളത്തെ പ്രോഗ്രസ് എന്താണെന്ന് ഡേ 3 കാണാം. പിന്നെ തുടക്കത്തിൽ ഈ പുട്ടുപാട്ട് പാടിയതിന് 2 കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, രണ്ടാമത്തെ കാര്യം ഞാൻ നാളെ പറയാം.